ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. കുറച്ച് വെറൈറ്റി ആവണ്ടേ, എല്ലാ ദിവസവും സെയിം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ദിസ് ഇസ് നേവി ആക്ടർ പറയാനൊക്കെ നല്ലത്. ഇച്ചിരിയൊക്കെ നമ്മൾ ഇച്ചിരി എരിവും പുളിവും ഇച്ചിരി വെറൈറ്റി ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു ഗുമ്മുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ വിഷയത്തിലോട്ട് കിടക്കാം. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വരൻ, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്ന് പറഞ്ഞ ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇപ്പം ക്രിക്കറ്റിൽ തന്നെ പെൺകുട്ടികളും മുന്നേറാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. അവർക്കായിട്ട് പ്രത്യേകിച്ചൊരു കൗൺസിൽ, ക്രിക്കറ്റ് കൗൺസിലും തുടങ്ങിയിട്ടുണ്ട്. കുറേ നാളായിപ്പോൾ തുടങ്ങിയിട്ട് അവർ നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു കോച്ച് ഒരുത്തൻ, എൻ്റെ പേര് വെച്ച് തന്നെ അവൻ്റെയും നടത്താൻ, മനു എന്ന് തന്നെ ആ പേര്. പുള്ളിക്കാരൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾ അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആ സ്റ്റമ്പ് അല്ലെങ്കിൽ ആ ബാറ്റ് എടുത്തിട്ട് അവനെ അടിച്ചു പൊട്ടിക്കും, ഉറപ്പാണ്. പെൺകുട്ടികൾക്കുള്ള നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക വാഷ്റൂമിൽ കുളിക്കാൻ പോകുമ്പോഴൊക്കെ, എന്നിട്ട് ചോദിക്കുമ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ BCCI കൗൺസിലൊക്കെ അയച്ചു കൊടുക്കണം, നിങ്ങൾക്കുള്ള ബോഡി ഷേപ്പ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഒക്കെ പറഞ്ഞാണ് കോച്ച് ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ എടുക്കുന്നത്. എന്നാൽ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ രക്ഷാകർത്താക്കൾക്കും ഇതൊരു പ്രത്യേക ഒരു സൂചന ഞാൻ തരികയാണ്. നിങ്ങളെ കൊച്ചിനെയും കൊണ്ട് എവിടെയെങ്കിലും ഡാൻസ് സ്കൂള് അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്റർ അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ സാറുമാരുടെ അടുത്ത് കൊണ്ടുവിടും. നമുക്കറിയത്തില്ലല്ലോ ഏത് സാറുമാരുടെ മൈൻഡിൽ ഇന്നത്തെ കാലത്ത് എല്ലാം മാറിപ്പോയില്ലേ. എല്ലാവർക്കുള്ള മൈൻഡ് ഫുള്ള് ക്രൂരത കൊണ്ടെന്ന് അറിഞ്ഞിരിക്കുക, ഫുള്ള് ക്രൂര സ്വഭാവമായിട്ട് മാറിക്കൊണ്ടിരിക്കുക ദിവസേന ഓരോരുത്തരും. സോ എല്ലാവരും അതൊക്കെ അന്വേഷിക്കുക എടുക്കുകയൊക്കെ വേണം. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ മനു എന്ന് പറഞ്ഞ കോച്ച്, പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊന്ന് കേൾക്കാം. എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നടന്ന സംഭവം തിരുവനന്തപുരത്ത് തന്നെ. അപ്പം ക്രിക്കറ്റ് കൗൺസിൽ ഇതിൻ്റെ മുകളിൽ എന്താണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതിൻ്റെ മുകളിൽ എന്താണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് കണ്ട് മനസ്സിലാവുമ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ചാനൽ മനസ്സിലാകും. ഓക്കെ, ശരി, നോക്കാം. തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് കോച്ചിന്റെ പീഡന പരമ്പരയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. കോച്ച് മനു ക്രൂരനായ പീഡകരെന്ന അതിജീവിതയുടെ അച്ഛൻ മാതൃഭൂമി ന്യൂസിനോട്. മനു മകളെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചു, നിലവിളിച്ചപ്പോൾ പിടിച്ചു നിർത്തി സ്വകാര്യ ഭാഗത്ത് ഉപദ്രവിച്ചുവെന്നും രക്ഷിതാവിന്റെ വെളിപ്പെടുത്തൽ. അങ്ങനെയാണ് ഈ അരയ്ക്ക് മുകളിലുള്ള ഒരു ഫോട്ടോ ഇയാൾ എടുത്തത്. അരയ്ക്ക് മുകളിലുള്ള ഫോട്ടോ ഇയാൾ എടുത്തതിന് ശേഷമാണ് ഈ കുട്ടികളുടെ ക്രൂരമായി കുറച്ച് പെരുമാറാൻ തുടങ്ങി. മാനസികമായിട്ടാണ് പിന്നെയുള്ള പീഡനമൊക്കെ മാനസികമായിട്ട്. പിന്നെ ഈ കളിക്കാൻ പോകുമ്പോഴേ ഈ ഫോണിൽ കൂടെ 6 വീഡിയോ എടുത്ത് കാണിച്ചു. കുട്ടികൾ കുട്ടിനെ വിളിക്കും. കുട്ടികൾ അറിഞ്ഞുകൊണ്ടല്ല ഈ ഫോട്ടോകൾ എടുക്കുന്നത്, കുട്ടികൾ അറിഞ്ഞുകൊണ്ടല്ല. കാരണം കുട്ടികളെ പറഞ്ഞിരിക്കുന്നത് ഇത് KCL കാണിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. KCLും BCCലും കാണിക്കാനാണ് ഈ ഫോട്ടോകൾ. ഈ ഫോട്ടോ കൊണ്ട് കാണിച്ചാലേ നിങ്ങളുടെ ശരീരത്തിന് കണക്കിലുള്ള ഞാൻ ടിപ്സുകൾ പറഞ്ഞു തരാം. അങ്ങനെയാണ് നിങ്ങൾ കളിക്കേണ്ടത്, എന്നാലും കളിച്ച് നിങ്ങൾ ശരിയാവുള്ളൂ. ഏത് രീതിയിലൊക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ജിമ്മ് തുറന്നത്. KCL ജിമ്മ് തുറന്ന സമയത്താണ് മോൾ ഇങ്ങനെ വാഷ്റൂമിൽ പോയപ്പോഴും ഇങ്ങനെ വന്ന് വിഷമമാണ്. പിടിച്ചപ്പോ ഇവർ സാറിനെ വിളിച്ച് കരയും ചെയ്തു. സാറിനെ പിടിച്ച് കരഞ്ഞിട്ട് ഇവർ തിരിച്ചു നിർത്തി ഒരു പ്രാവശ്യം കൂടെ ഇയാൾ പിടിച്ചു. അപ്പൊ ഇത് കഴിഞ്ഞ് ഇവളെന്താ വേറെ കുട്ടികളോടൊന്നും പറയുന്നില്ല. ഇവർ വിചാരിച്ചു ഇത് എനിക്ക് മാത്രമായിരിക്കും, സാർ എന്നോട് മാത്രമായിരിക്കും ഇങ്ങനെ എന്നുള്ള ഒരു ഇതായിരുന്നു. ഇനി ആദ്യങ്ങളിൽ ടൂർണമെന്റിന് പോയിരുന്നു. ആദ്യങ്ങളൊരു ടൂർണമെന്റിന് പോയപ്പോഴേ മോളോട് മോശമായി സംസാരിച്ചു. പറയുന്ന നാട്ടിൽ സെക്ഷന്റെ രീതിയിലാണ് സംസാരിക്കുന്നത്. അവര് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർക്ക് താല്പര്യമില്ലാതെ ഇവർ കേൾക്കാതെ മാറി തിരിഞ്ഞൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. എന്റെ മോനും പറയുന്നത് ഇവര് ആൺകുട്ടികളൊക്കെ റൂം എടുത്തിട്ട് കിടക്കുകയും
തൊട്ടടുത്താണ് ഈ രണ്ട് പെൺകുട്ടികൾ കിടക്കുക, അതിന്റെ അടുത്താണ് മനുവും മറ്റാളും കിടക്കുകയും ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് ഒരു പേരൻസ് പറഞ്ഞാണ്, രാവിലെ എണീറ്റപ്പോ ഈ പെൺകുട്ടി അയാളെ റൂമിലായിരുന്നു, കുട്ടി അറിഞ്ഞില്ല. അങ്ങനെയാണ് മൊഴി കൊടുത്തിരിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ച് പേരൻസ് സംസാരിച്ചപ്പോഴേ ഈ സംഭവം ഉണ്ടായതിനു ശേഷമേ, ഈ പരാതിയൊക്കെ കൊടുത്തതിന് ശേഷം KCA ഭാരവാഹികൾ നിങ്ങളെ വിളിക്കുകയോ എല്ലാം ചെയ്തോ? ഇതെന്താണെന്ന് അന്വേഷിക്കും. ഒന്നും ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ പോക്സോ കേസിൽ ഈ പരിശീലകനായ മനു റിമാൻഡിലാണ്. 6ഓളം പരാതികൾ ഈ കോച്ചിനെതിരെ ഇപ്പോൾ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൂടുതൽ ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുമുണ്ട്. ഇപ്പം നമ്മൾ ഈ കേട്ട ഈ പിതാവ് പറയുന്ന കാര്യങ്ങൾ അത് വളരെയധികം ആശങ്കപ്പെടുത്തുന്നതാണ്. പരിശീലകൻ എന്ന സ്ഥാനം ദുരുപയോഗം ചെയ്തു, ഈ പരിശീലിപ്പിക്കാനാണ് അല്ലെങ്കിൽ ടൂർണമെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് തെങ്കാശിയിലൊക്കെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു, നഗ്ന ചിത്രങ്ങൾ പകർത്താനുള്ള കാരണമാണ് ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്നത്. BCCI ശരീരത്തിന്റെ അളവ് ഘടന കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നഗ്ന ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഈ അച്ഛനോട് സംസാരിക്കുമ്പോൾ എത്രത്തോളം ക്രൂരമായ ഒരു പീഡനമാണ് ഈ പെൺകുട്ടികൾ നേരിട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യ, ഈ പിതാവിനോട് മാത്രമല്ല, പരാതി ഉന്നയിച്ച 6 കുട്ടികളുടെ രക്ഷിതാക്കളുമായിട്ടും ഞാൻ സംസാരിച്ചു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തല പെരുത്തു പോകും. അത്ര ഭീകരമായ അനുഭവങ്ങളിലൂടെയാണ് ആ കുഞ്ഞുങ്ങൾ കടന്നുപോയത്. ഇതൊരു കുട്ടിയുടെ മാത്രം അനുഭവമാണ്. ആ കുട്ടിയുടെ രക്ഷിതാവ് പറയുന്നത്, ആ കുട്ടി കൊടുത്ത ആ മൊഴിയുടെ വിശദാംശങ്ങൾ നമ്മുടെ പക്കലുണ്ട്. ഈ കേസിലെ FIRന്റെ വിശദാംശങ്ങൾ നമ്മുടെ പക്കലുണ്ട്. പക്ഷേ പോക്സോ കേസ് ആയതുകൊണ്ട് അതിൻ്റെ അകത്തെ വിശദാംശങ്ങൾ കൂടുതലൊന്നും പുറത്തു വിടാനും കഴിയില്ല. പക്ഷേ ഈ കുട്ടിയുടെ രക്ഷിതാവ് ഇപ്പോൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇതാണ്. അയാളുടെ അതായത് ഈ KCAയുടെ കീഴിൽ പ്രവർത്തിച്ച കോച്ച് മനുവിൻ്റെ ഏകദേശ രീതി എന്ന് പറയുന്നത്, അയാളുടെ പെരുമാറ്റ വൈകൃതം എന്ന് പറയുന്നത് ഇതാണ്. പ്രധാനമായും ഫോട്ടോ എടുക്കുക, കുട്ടികളുടെ നഗ്ന ഫോട്ടോ അല്ലെങ്കിൽ അർദ്ധനഗ്ന ഫോട്ടോ ഇയാൾ സ്വന്തം ഫോണിൽ ചിത്രീകരിക്കുക. അയാൾ പറയുന്നത് അത് BCCIക്കും KCAയ്ക്കും ഒക്കെ ഈ പ്ലെയേഴ്സിൻ്റെ ബോഡി ഷേപ്പ് കാണാനാണ് എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഒരു പരിപാടി BCCIക്കും KCAയ്ക്കും ഇല്ല എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ മറ്റെന്തോ ഉദ്ദേശത്തിലാണ് ഈ ഫോട്ടോകൾ എടുക്കുന്നത് എന്നുള്ള ആശങ്ക ഈ രക്ഷിതാക്കൾക്കുണ്ട്. മറ്റൊന്ന്, വാഷ്റൂമിൽ വെച്ച് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന അതിക്രൂരമായ പീഡനമാണ്. ആ കുട്ടി നിലവിളിച്ചപ്പോൾ പിന്നീട് വീണ്ടും ബലമായി പിടിച്ചു നിർത്തി ഉപദ്രവിക്കുകയായിരുന്നു. അപ്പോൾ എന്തുമാത്രം മാനസികമായ ആഘാതമാണ് ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. ഈ രീതിയിൽ മറ്റൊന്ന്, തെങ്കാശിയിൽ കൊണ്ടുപോയി കുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതികൾ പോലീസിനുണ്ട്. അതിൽ ഇപ്പോൾ ഈ രക്ഷിതാവ് വെളിപ്പെടുത്തുന്നത്, ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ മനുവിൻ്റെ മുറിയിൽ അയാൾക്കൊപ്പമായിരുന്നു എന്നുള്ള ഞെട്ടലോടെയാണ് ആ കുട്ടി തിരിച്ചറിയുന്നത്. അപ്പോൾ രാത്രിയിൽ ഏതോ മയക്കുമരുന്ന് ആ കുട്ടിക്ക് നൽകി അയാൾ ആ മുറിയിലേക്ക് കൊണ്ടുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ രീതിയിൽ അതിക്രൂരമായ പീഡന രീതികളാണ് മനുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കുട്ടികൾ നേരിടേണ്ടി വന്നത്. ഒരു കുട്ടിയല്ല, ഇയാൾ കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരത്ത് KCAയുടെ പരിശീലകനായിട്ടുണ്ട്. നിരവധി കുട്ടികൾ ഇവിടെ അയാളുടെ കീഴിൽ പരിശീലനം നേടിയിട്ടുണ്ട്. 2022 മുതൽ കഴിഞ്ഞ മാസം വരെ കുട്ടികൾ നേരിടേണ്ടി വന്ന പീഡന അനുഭവം അത് സംബന്ധിച്ചാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് പരിശീലനം നിർത്തി തിരിച്ചു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ ഈ രീതിയിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം ഈ കരിയറെ വേണ്ട എന്ന് വെച്ച് പോയത് എന്നാണ് ഇപ്പോൾ രക്ഷിതാക്കൾ കരുതുന്നത്. മാത്രമല്ല, ഇയാൾ വലിയ തോതിൽ വർഷങ്ങളായി പല പെൺകുട്ടികളും ഈ ദുരവസ്ഥ നേരിട്ടിട്ടുണ്ട്. ഇപ്പം ഇതിങ്ങനൊരു പരാതി വന്നതിന് ശേഷം ഇപ്പോൾ KCAയുടെ ഭാഗത്ത് ഇന്നലെ നമ്മൾ 2 മണിക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം KCA അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഈ ഒരു ഔദ്യോഗികമായി ഒരു കേസ് എടുക്കുന്നവരെ ഒന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും അനന്തൻ? അറിയാം, നമ്മൾ ഇന്നലെ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രതികരണം തേടിയിരുന്നു. അവരുടെ പ്രതികരണം നമ്മൾ കാണിക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നത് അവർ ഈ പരാതി ഉയരുന്നത് വരെ അറിഞ്ഞതേ ഇല്ലെന്നാണ്. പക്ഷേ 1.5 വർഷം മുമ്പ് സമാനമായൊരു പരാതി മനുവിനെതിരെ ഉയരുകയും പക്ഷേ അത് കോടതിയിലെത്തി അയാൾ കുറ്റവിമുക്തനാവുകയും ചെയ്തു. എന്നിട്ടും ഇത്തരമൊരു ആരോപണം കേട്ടയാളെ അല്ലെങ്കിൽ നേരിട്ടയാളെ വീണ്ടും അവിടെ കോച്ചായി തുടരാൻ അനുവദിച്ചു എന്നുള്ള ഗുരുതരമായ ഒരു കുറ്റമാണ് KCA ചെയ്തത്. മാത്രമല്ല, ഇപ്പോൾ ഈ രക്ഷിതാവ് പറയുന്ന ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം, ഇത്രയും പരാതികൾ ഈ കുട്ടികൾ ഉന്നയിച്ചു, പോലീസ് മൊഴിയെടുക്കുന്നു, 164 രേഖപ്പെടുത്തുന്നു, അതിൻ്റെ അന്വേഷണമായി മുന്നോട്ട് പോകുന്നു. ഇതേവരെ ഈ നിമിഷം വരെ KCAയുടെ ഒരു ഭാരവാഹി പോലും ഈ കുട്ടികളെ വിളിച്ച് എന്താണ് സംഭവിച്ചത്, അവർക്ക് മാനസികമായ ഒരു പിന്തുണ നേരിട്ട് നൽകുന്ന ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ കേസിൻ്റെ അന്വേഷണത്തിലും ഒരു പ്രശ്നമുണ്ട്. 6 പോക്സോ കേസുകളാണ് ഇപ്പോൾ കന്റോൺമെൻറ്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ, ഒരുപക്ഷെ ഇന്ത്യയുടെ കായിക മേഖലയിൽ നിന്ന് തന്നെ അപൂർവമായി ഉയരുന്ന ഒരു പീഡന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരം ഈ
KC-യുടെ പരിശീലന ക്യാമ്പിൽ നിന്ന്. അപ്പോൾ അത്തരം ഒരു പരാതി ഉയർന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു ഗൗരവത്തോടെ ഈ ഒരു കേസിനെ സമീപിക്കുന്ന നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലിലേക്ക് വന്നിട്ടില്ല. ഇത്രയധികം കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു. അതെന്തുകൊണ്ടായിരിക്കും അനന്തൻ അങ്ങനെ? നോക്കൂ, ഇപ്പം നമ്മൾ ഒരു കായിക ഭൂപടം നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ മുംബൈയിൽ നമ്മുടെ കായിക താരങ്ങളെ രാജ്യം എത്രത്തോളം സ്നേഹിക്കുന്നു, ആദരിക്കുന്നു എന്ന് അതിൻ്റെ നേർക്കാഴ്ച നമ്മൾ മുംബൈയിൽ കണ്ടതാണ്. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന് എന്ത് സംഭവിച്ചു അവസാനം എന്ന് ഇന്ത്യ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇത്രയധികം അതിനെ വെല്ലുന്ന തരത്തിലുള്ള പരാതികളാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഈ KCA പരിശീലകനെതിരെ ഉയർന്നത്. അത് ഇത്രയൊക്കെ പരാതികൾ വന്നിട്ട് ഇത്രയധികം നാണക്കേടുണ്ടാക്കുന്ന സംഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ കായിക വകുപ്പ് ഒന്നും ഇതുവരെ ഈ വിഷയത്തിൽ ഇടപെടാത്തത്? ആര്യ, ഒരു ഗുസ്തി താരം മുന്നോട്ട് വെച്ച പരാതി അത് രാജ്യം മൊത്തം ചർച്ച ചെയ്തതാണ്. അത് വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്തു. പക്ഷേ അതിനോളം പക്ഷേ അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു ഗുരുതരമായ ആരോപണമാണിപ്പോൾ, അല്ലെങ്കിൽ സംഭവമാണിപ്പോൾ തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് അസോസിയേഷന് നേരെ ഉയരുന്നത്. ആ ഒരു സംഭവം ഒരു തരത്തിലും അതിൻ്റെ വേണ്ട ഗൗരവത്തോടെ സർക്കാർ സംവിധാനങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഈ രക്ഷിതാക്കൾ മാത്രമാണ് ഇപ്പോൾ ഈ കേസിൻ്റെ പിന്നാലെ നിൽക്കുന്നത്. അവർ ആ കന്റോൺമെൻറ്റ് പോലീസ് ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിൽ നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്രയും അധികം ഇനിയും പരാതികൾ ഒരുപാട് വരും. മാത്രമല്ല പല കുട്ടികളും കേസ് പരാതിയായി നൽകിയിട്ടില്ലെങ്കിലും അനുബന്ധമായ രീതിയിൽ മൊഴി പോലീസിന് നൽകുന്നുണ്ട്. പോലീസ് ഈ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളുടെ എല്ലാം പോയി കാണുകയും അവരുടെ ഭാഗത്ത് നിന്ന് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ ക്രോഡീകരിച്ച് ഒരു ഉന്നതതല അന്വേഷണം ആ രീതിയിലേക്ക് ഇതുവരെ ഗവൺമെൻറ് പോയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നതുമില്ല. അത് KCA ആണ് ഒരു പക്ഷേ അത്തരമൊരു വിപുലമായ അന്വേഷണം ആവശ്യപ്പെടേണ്ടത്. അത്തരമൊരു അന്വേഷണം ഒരു വലിയ വിപുലമായ അന്വേഷണം നടത്താനുള്ള ഒരു പ്രയത്നം KCയുടെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ ഈ കുട്ടികളെ ആശ്വസിപ്പിക്കുന്ന നിലപാട് KCയുടെ ഭാഗത്തു നിന്നോ ഒരു പിന്തുണ നൽകുന്ന നിലപാട് KCയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അപ്പോൾ വളരെ ഗുരുതരമായ ഒരു പീഡന പരമ്പര ഇവിടെ ക്രിക്കറ്റ് പരിശീലനത്തിൻ്റെ മറവിൽ ഒരു കോച്ച് വർഷങ്ങളായി തുടർന്നിട്ടും അത് സംബന്ധിച്ച് 6ഓളം കേസുകൾ ഇപ്പോൾ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുമ്പോഴും ആ ഗൗരവത്തോടെ നമ്മുടെ സർക്കാർ ഏജൻസികളോ അന്വേഷണ ഏജൻസികളോ ഇത് എന്താ പറയുക, നിങ്ങൾക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണുമല്ലോ. അപ്പോൾ ഇവൻ്റെ മേളിൽ ഗവൺമെൻറ് എന്ത് ആക്ഷൻസാണ് എടുക്കാൻ പോകുന്നത്? ഇവന് ഇനി ഇങ്ങനത്തെ ഒരു ജീവിതം അവന് കൊടുക്കണോ? ഇനി അവനെ കോച്ചായിട്ട് തന്നെ തുടരാൻ അനുവദിക്കണോ? എൻ്റെ ചോദ്യം ഇത് ഗവൺമെൻറ്റിനോടാണ്, കാണുന്ന ഉന്നത പോലീസ് മേധാവികളോടാണ് ഈ ചോദ്യം. നിങ്ങൾ ഇനി അവനെ ഇതേപോലത്തെ ഒരു ക്രിമിനലിനെ വെച്ച് വാഴിപ്പിക്കാനാണോ ഉദ്ദേശം? ഉമ്മാരെയൊക്കെ കൊണ്ടുപോയി ജയിലിൽ ഇട്ടിട്ട് പിന്നെ പുട്ടുകൊടുത്ത് അവന്മാർക്ക് ഉള്ള മട്ടനും ഒക്കെ കൊടുത്ത് അവന്മാർ കൊഴുത്തിട്ട് വരാനായിട്ടേ ഇരിക്കത്തുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാർ അതിനപ്പുറത്തെ തെമ്മാടിത്തരം കാണിക്കും. കാരണം ഇവന്മാർക്ക് അമ്മയും പെങ്ങളെ തിരിച്ചറിയില്ലല്ലോ. അവന്മാർക്ക് അതൊക്കെയല്ലേ സുഖം. ഈ നല്ലവനായ ഉണ്ണിയുണ്ടല്ലേ ഇവൻ്റെ ഇവിടുത്തെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ഈ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ മോദിയുടെ നിയമങ്ങളൊന്നും ഇടുന്നില്ലല്ലോ. IPC ഒക്കെ മാറ്റിയിട്ട് പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്തോ ഈ ആ നിയമപുസ്തകത്തിൽ പറയുന്നത് അതെനിക്കറിയത്തില്ല. അത് ഞാൻ അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ഈ സൗദിയിലെയും ഇറാനിലെയും അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ, പുറത്തുള്ള മുസ്ലിം രാജ്യങ്ങളെ പോലെ ഇന്ത്യയിൽ എന്താണ് ഈ നിയമം എടുക്കാത്തത്? ഈ നിയമം ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ, അവിടുത്തെ ആ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ എത്രയോ കൊലയാളികൾ, എത്രയോ ക്രിമിനൽസ് മാർക്ക് അതൊരു പാഠമായി മാറും. അവന്മാർക്കിത് പാഠമായി മാറും. ഇനി മേലിൽ ഞാൻ ഇതാണക്കത്തെ ഒരു തെമ്മാടിത്തരം കാണിക്കത്തില്ലെന്ന് മനസ്സിലായ? ദയവേത് എങ്ങനെയെങ്കിലും ഈ ഇന്ത്യയിലെങ്കിലും ഇതേ കണക്കത്തെ ഈ റേപ്പ് കേസസിനായാലും പിന്നെ അല്ലെങ്കിൽ ഈ പോക്സോ കേസസിനായാലും നല്ലൊരു നിയമം തന്നെ കിട്ടിയൊക്കത്തുള്ളൂ. പറ്റത്തില്ല. അല്ലെങ്കിൽ റേപ്പ് കേസസിന് ഇനി ഒന്നും വിചാരണ ചെയ്യേണ്ട കാര്യമില്ല. വിക്ടിം ഇത് ക്രൂരകൃത്യം നടത്തിയിട്ടുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് വെറുതെ വിടേണ്ട കാര്യമില്ല. തൂക്കി തന്നെ കൊല്ലുക, അല്ലെങ്കിൽ ജനങ്ങളെ
ഇടയിൽ ഇട്ട് കൊടുക്കുക. ജനങ്ങൾ ഡിസൈഡ്, ലെറ്റ് ദ പീപ്പിൾ ഡിസൈഡ് ഹിസ് ഫേറ്റ്. അവനെ ബോട്ടിൽ വെച്ച് അവൻ്റെ മറ്റേ അമർ അക്ബർ ആൻ്റണിയിൽ കാണിക്കുന്നതാണ്, ബോട്ടിലൊക്കെ അടിച്ച് പൊട്ടിച്ച് ഒരു തുണിക്കകത്ത് കയറ്റിയിട്ടുണ്ടല്ലേ, കാലിനെ വൈഡാക്കി വെച്ചിട്ട് അടിച്ചങ്ങ് പൊട്ടിക്കുന്ന. അല്ലെങ്കിൽ അവനെ ഇനി മേലെ ഒരു കാര്യത്തിന് കൊള്ളാതെ താക്കി മാറ്റണം. അല്ലാതെ ഇവനെയൊക്കെ വെച്ച് വാഴിപ്പിക്കുന്ന ആൾക്കാരെ വേണം പറയാൻ. അവന്മാർക്ക് വേണ്ടി വക്കാലത്ത് പറയുന്ന വക്കീലന്മാരെയൊക്കെ വേണം പറയാൻ. വക്കീലന്മാർക്ക് എന്താ കാശ് കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് എൻ്റെ പൊന്നു വക്കീല സാറുമാരെ, ഇതാണെങ്കിൽ ക്രിമിനൽസിനെ എങ്ങനെയെങ്കിലും നിങ്ങൾ നല്ലൊരു നിയമത്തിൽ തന്നെ അവരെ കുരുക്കഴിയാത്ത അണകത്ത് വേണം ആക്കാൻ. സാറുമാരെ താഴ്മയായി അനുവർത്തിക്കുന്നു. ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുക, ഇതിനൊരു തക്കമായ ഒരു ലോ തന്നെ കൊണ്ടുവരണേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആ കുട്ടിക്ക് എങ്ങനെയെങ്കിലും ന്യായം കിട്ടാനുള്ള വഴികൾ എല്ലാവരും നോക്കണേ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വേറൊന്നും പറയാനില്ല. അപ്പോൾ ശരി, നമുക്ക് കാണാം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.